വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുപറഞ്ഞാൻ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അത്ഭുതത്തിൻ്റെ ഒരു ദിവസമായി, ദൈവപ്രവർത്തിയുടെ ഒരു ദിവസമായി, കർത്താവിൻ്റെ കരം കണ്ട് മഹത്വത്തോടെ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കത്തക്ക നിലയിൽ സാഹചര്യങ്ങളെ തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവിനെ സ്തുതിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 18 വാക്യം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ദൈവത്തിൻ്റെ ശക്തമായ വാക്ക്, ഒരുറപ്പ് ദൈവം പകരുക. ഇവിടെ ഉറപ്പ് നൽകുന്ന ദൈവ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും ദൈവത്തിൻ്റെ കരുതലിൻ്റെയും ഉടമ്പടിയാ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ചില സ്ഥലങ്ങളിൽ നാം ഒറ്റപ്പെട്ടു പോകും. ചിലയിടങ്ങളിൽ മാനുഷികമായി നാം ഏകാന്തത അനുഭവിക്കേണ്ടി വന്നേക്കാം. ജോലി മേഖലയിൽ, കുടുംബത്തിൽ, വിദ്യാഭ്യാസ തലങ്ങളിൽ ഒരു ദൈവത്തിനെ ഒറ്റപ്പെടുത്തുന്ന ലോകവാ, മാറ്റി നിർത്തുന്ന ലോകവാ. സാഹചര്യങ്ങൾ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴും അവിടെ ഒറ്റപ്പെട്ടും ഏകാന്തത അനുഭവിച്ചും തകരുന്ന ഹൃദയങ്ങളുണ്ട്, വേദനിക്കുന്ന നൊമ്പരപ്പെടുന്ന ഹൃദയങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് ആഴമായി കുടുംബങ്ങളോട്, ജീവിതങ്ങളോട് ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ആയിരിക്കുന്ന സ്ഥിതി ഒറ്റപ്പെട്ട് അനാഥരായി നിൽക്കുന്ന ഒരു തലമാണോ, ഒരു ശൂന്യതയാണോ ഹൃദയത്തിൽ? എനിക്ക് ആരുമില്ല. എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ് എപ്പോഴും പറയുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ ഏകാന്തതയിൽ എൻ്റെ ജീവിതം അങ്ങനെ ഒരു സ്ഥിതിയിൽ ആയിപ്പോയി. ആ കുറ്റബോധം, ആ വേദനയും നൊമ്പരും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ജീവിതങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം ആഴമായ ദൂതിത, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കൂടെ നിൽക്കേണ്ടവർ അനാഥരായി വിടുമ്പോൾ, ചേർന്ന് നിൽക്കേണ്ടവർ അകന്നു നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ദൈവത്തിൻ്റെ ദൂതിത, ദൈവത്തിൻ്റെ വാഗ്ദാനമിത, കർത്താവിൻ്റെ വിലയേറിയ ഉടമ്പടിയിത, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ദൈവത്തിൻ്റെ പൈതലേ, കർത്താവ് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തം കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ദൂത് ജീവിതത്തിൻ്റെ മേഖലകളിലുണ്ട്. യോസഫ് ഒരു കാലത്ത് അനാഥനായി പോകുന്ന ഒരു സാഹചര്യം ജീവിതത്തിൻ്റെ തലങ്ങളിൽ തൻ്റെ വാഗ്ദത്ത നിവൃത്തികൾ, തൻ്റെ മേലുള്ള ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തുവാൻ മാനുഷികമായി പിതാവിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നൊക്കെ ദേശത്തു നിന്നൊക്കെ മാറിപ്പോകണ്ട അങ്ങനൊരു കഷ്ടത യോസഫിൽ വെളിപ്പെട്ടു. താൻ അറിയാത്ത ഇടം, താൻ കണ്ടിട്ടില്ലാത്ത വ്യക്തി ജീവിതങ്ങൾ, അങ്ങനെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഒരു സമയം യോസഫ് ഒറ്റപ്പെട്ടു പോയി. എന്നാ ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദാനം തൻ്റെ ഭക്തരോട് എല്ലാ കാലവും ഇത് തന്നെയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ദൈവത്തിൻ്റെ പൈതലേ, യോസഫ് ഒറ്റപ്പെട്ടപ്പോഴും വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്, വചനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്, യോസഫ് എവിടെയായിരിക്കുന്നു അവിടെ ദൈവമുണ്ട്. യോസഫ് കാരാഗ്രഹത്തിലാണെങ്കിൽ ദൈവം കാരാഗ്രഹത്തിൽ കൂടെയുണ്ട്. യോസഫ് ഏത് പ്രതിസന്ധിയിലാണോ അവിടെ ദൈവമുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളോട് ആഴമായി ദൂതിടപെടുന്നു. ദൈവം കൂടെയുണ്ട്. ഇന്നത്തെ ഒറ്റപ്പെടൽ മാനുഷിക തലത്തിൽ നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ പൈതലേ, വലങ്കരം പിടിച്ച് മുമ്പോട്ട് നടത്തുന്ന സർവശക്തൻ്റെ
ഭുജം, മഹത്വത്തിൻ്റെ കരം കൂടെയുണ്ട്. വിശ്വസിച്ച് ദൂതേറ്റെടുക്കട്ടെ. അല്പകാലത്തെ മാനുഷികമായ ഈ ഒറ്റപ്പെടൽ കർത്താവ് കൂടെയിരുന്ന് വൻ പദ്ധതികൾ ചെയ്യാനാ. ദൈവം കൂടെയിരുന്ന് വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കാനാ. വലിയ ദർശനത്തിൻ്റെ നിവൃത്തികളുണ്ട്, വലിയ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമുണ്ട്. അതിന് ചില സാഹചര്യങ്ങൾ ദൈവം തന്നെ അനുവദിക്കും. ദൈവം തന്നെ വഴികൾ തുറക്കും. ശത്രു എത്ര പദ്ധതികൾ തയ്യാറാക്കിയാലും മനസ്സ് ഇടിയല്ല, മനസ്സ് തകർന്നു പോകല്ല. പരിശുദ്ധാത്മ പറയുന്നു, മനസ്സ് ക്ഷീണിച്ചു പോകല്ല. ദൈവം കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്. ആ ഉറപ്പിൽ മുമ്പോട്ട് നീങ്ങുക, ആ ഉറപ്പിൽ ജീവിതത്തെ ധന്യമാക്കുക, ആ ഉറപ്പിൽ പ്രത്യാശയുടെ സമ്പൂർണത ഹൃദയതലങ്ങളിൽ വെളിപ്പെട്ട നിശ്ചയവാ അതിൻ്റെ ഫലം കാണാൻ പോവുക. ദൈവം കൂടെയിരിക്കുന്ന ആ ഫലം യോസേപ്പിനുണ്ടായിരുന്നു. ഏത് കഷ്ടതയിൽ ചെന്നാലും ദൈവം ഉള്ളത് കൊണ്ട് അവിടെ ഒരു വ്യത്യാസമുണ്ട്, അവിടെ ഒരു പ്രതിഫലമുണ്ട്, അവിടെ ഒരു നന്മയുണ്ട്, അവിടെ ദൈവത്തിൻ്റെ ഒരു സഹായമുണ്ട്. ദൈവത്തിൻ്റെ വൈതിലേ കർത്താവ് കൂടെയുണ്ടെങ്കിൽ നിശ്ചയമാ ഒരു ഫലമുണ്ട്, ദർശനത്തിൻ്റെ പൂർത്തീകരണമുണ്ട്, വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണമുണ്ട്. ഇന്ന് വിശ്വസിക്കട്ടെ, ഒറ്റയ്ക്ക് വിടിയല്ല, അനാഥരായി വിടത്തില്ല. ദൈവത്തിൻ്റെ ഉടമ്പടിയാ, ദൈവം ഉറപ്പ് നൽകുന്നു. കർത്താവ് കൂടെയുണ്ട്. ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം കൂടെയുണ്ട്. ചേർത്ത് പിടിക്കുന്നു ദൈവം, താലോലിക്കുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വൈതലേ കർത്താവിൻ്റെ കരുണയുടെ കരം, ആ സ്നേഹത്തിൻ്റെ കരം ആഴമായി രുചിക്കട്ടെ, ആഴമായി അനുഭവിക്കട്ടെ. എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം ഒരു നാളും എന്നെ ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും എൻ്റെ കർത്താവ് മറക്കത്തില്ല. വിശ്വസിക്കട്ടെ, ദൈവം സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരം ജനത്തെ തൊടുന്നല്ലോ, ആശ്വാസം സമാധാനം പകരുന്നല്ലോ. ഒറ്റപ്പെട്ട ജീവിതങ്ങളുടെ കൂടെയിരിക്കുന്ന കർത്താവ്, വാഗ്ദത്തങ്ങളെ നിവൃത്തിയാക്കുന്ന ദൈവം, അങ്ങയുടെ സ്നേഹം എത്ര വലുതാ, അങ്ങയുടെ ശക്തി എത്ര വലുതാ. ദൈവമേ, വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളും വിടുതലുകളും ദൈവപ്രവർത്തികളും ഈ ദിവസങ്ങളിൽ കണ്ട് സന്തോഷിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.